അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. അപ്പം വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യമാണ് ആദ്യം പഠിക്കേണ്ടത്. എക്സ്പെൻഡിച്ചർ ദാറ്റ് അക്വയർ എ ക്യാപിറ്റൽ അസറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇഫ് ഇറ്റ് അക്വയർ സ്റ്റോക്ക് ഇൻ ട്രേഡ് ദെൻ ഇറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ, എന്തെങ്കിലും ഒരു ചിലവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മറിച്ച് നമ്മളൊരു സ്റ്റോക്ക് ഇൻ ട്രേഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറും ആണ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് അറിയണം അല്ലേ? ക്യാപിറ്റൽ അസറ്റ് വാങ്ങുമ്പോൾ ചിലവാകുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എ ക്യാപിറ്റൽ അസറ്റ് ഈസ് വൺ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓർ ഫോർ ദ പർപ്പസ് ഓഫ് ദ ബിസിനസ് ആൻഡ് നോട്ട് മീൻഡ് ഫോർ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദ എൻ്റർപ്രൈസ്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ അസറ്റ് വാങ്ങുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അത് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഒരിക്കലും അത് വാങ്ങുന്നത് മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാനായിരിക്കില്ല. അങ്ങനെയുള്ള അസറ്റിനെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങാൻ ഒരു വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ആവശ്യമാണ്. അപ്പം ബിൽഡിങ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അതെന്തിനാണ് വാങ്ങുന്നത്? ആ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കേസിൽ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റാണ്. സോ അതിനു വേണ്ടി ചിലവാകുന്ന എമൗണ്ടിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അതേ ടൈം ഒരു വ്യക്തി ഒരു ബിൽഡിങ് വാങ്ങുകയാണ്. ആ ബിൽഡിങ് മറ്റൊരാൾക്ക് വിറ്റിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അയാൾ ആ ബിൽഡിങ് വാങ്ങുന്നതെങ്കിൽ ആ ബിൽഡിങ് അവിടെ ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അയാൾക്കത് വാങ്ങാനുണ്ടാവുന്ന ചിലവിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുന്നത്. സോ ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. സോ ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ എക്സാമ്പിൾ ഒരുപാട് പറയുന്നുണ്ട്. എന്താണ്? എക്സ്പെൻഡിച്ചർ ഓൺ ദ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീനറീസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മളൊരു മെഷീനറി വാങ്ങുന്നത് മാത്രമല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പകരം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ ഉണ്ടാവുന്ന എല്ലാ കോസ്റ്റിനെയും നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തേത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് ടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ ഈ ലാൻഡ് ആയാലും ബിൽഡിംഗ് ആയാലും മെഷീനറി ആയാലും ഫർണിച്ചർ ആയാലും ഇതൊക്കെ വാങ്ങാൻ ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കണക്കാക്കാം. അതായത് ഫിക്സഡ് ടാഞ്ചിബിൾ അസറ്റ്, ഫിക്സഡ് ആയിട്ടുള്ള അസറ്റാണ്, നമുക്ക് തൊടാൻ പറ്റുന്ന അസറ്റാണ്. അങ്ങനെയുള്ള അസറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ലൈക്ക് ഇൻക്രീസിങ് സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എ തിയേറ്റർ. അതായത് നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ, അതായത് അതിന് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന് ചിലവാകുന്ന എക്സ്പെൻഡിച്ചറും എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഇപ്പം തിയേറ്ററിലൊക്കെ നമ്മൾ സീറ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അന്നേരം ചിലവാകുന്ന എമൗണ്ടിനൊക്കെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ബ്രിങ് ദ ഫിക്സഡ് അസറ്റ് ടു ദ പ്ലേസ് ഓഫ് ദെയർ യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദെയർ ഇൻസ്റ്റാളേഷൻ ഓർ എറക്ഷൻ സച്ച് ആസ് ഫ്രൈറ്റ് ഓൺ ഫിക്സഡ് അസറ്റ്, വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ എക്സെട്ര. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ മാത്രമല്ല, അതിന് ആ ഒരു യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ചിലവ്, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചിലവ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. ദെൻ നാലാമത് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ഗുഡ് വിൽ, പേറ്റൻറ്റ് റൈറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റായ ഈ പേറ്റൻറ്റും ട്രേഡ് മാർക്കും ഒക്കെ വാങ്ങാൻ ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കണക്കാക്കാം. ദെൻ അഞ്ചാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ റീകണ്ടീഷനിങ് ഓഫ് ഓൾഡ് ഫിക്സഡ് അസറ്റ് ലൈക്ക് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ റിപ്പയറിങ് ഓർ ഓവർ ഹീലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് മെഷീനറി. അതായത് നമ്മളിപ്പോൾ ഒരു പഴയൊരു ഫിക്സഡ് അസറ്റ് റീകണ്ടീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നതും ഓവർ ഹീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ, അതിനൊക്കെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ദെൻ ആറാമത്തെ
6ാമത്തെ മേജർ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പ്ലാന്റ് വിച്ച് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലാന്റ് റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഇത് ഇത്രയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിറ്റർമിൻ ചെയ്യേണ്ട റൂൾസ് ആണ്. അതിൽ ഒന്നാമത് പറയുന്നത് ആൻ എക്സ്പെൻഡിച്ചർ ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇഫ് ഇറ്റ് ഈസ് ഇൻകേർഡ് ഫോർ അക്വയറിങ് എ ലോങ് ടേം അസറ്റ്. അതായത് ഒരു ലോങ് ടേം അസറ്റിന് ചിലവാകുന്ന, അത് വാങ്ങാൻ വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ടു ഏൺ റവന്യൂ ആൻഡ് നോട്ട് മീൻഡ് ഫോർ സെയിൽ. ആ വാങ്ങുന്ന അസറ്റ്, ആ ലോങ് ടേം അസറ്റ് ബിസിനസ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണം. അല്ലാതെ മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ബിസിനസ്സിൽ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കൂ. അതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള് an expenditure is capital expenditure if it is incurred to put an asset into working condition. ഒരു അസറ്റിനെ നമ്മൾ ആ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ ചാർജ് ആർ ആഡഡ് ടു ദി കോസ്റ്റ് ഓഫ് മെഷീൻ. അപ്പോൾ ഒരു മെഷീനറി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അല്ലേ? നമുക്ക് അതിൻ്റെ കൂടെ ആ ഒരു മിഷനറി ആ ഒരു ബിസിനസ് ബിൽഡിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റാളേഷൻ ചാർജ്, ഇതൊക്കെ നമുക്ക് ആ മിഷനറിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിനെ മൊത്തത്തിൽ എന്താക്കി കണക്കാക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കണക്കാക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ലീഗൽ ചാർജ്, രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനത്തെ ലീഗൽ ചാർജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ കോസ്റ്റിൻ്റെ കൂടെ, അതിന് ചിലവാകുന്ന ആ ഒരു കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് മൊത്തത്തിൽ അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യം, ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ പുട്ടിങ് ആൻ ഓൾഡ് അസറ്റ് ഇൻ ടു വർക്കിംഗ് കണ്ടീഷൻ ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ആഡഡ് ടു ദി കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അതുപോലെ തന്നെ ഒരു ഓൾഡ് അസറ്റ് വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം. അതും നമുക്ക് ആ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത് പറയുന്നത് ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ചിലവാക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എക്സാമ്പിളായിട്ട് ഒരു ഫാക്ടറി എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കൺവീനിയൻസ് സൈറ്റിലേക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചിലവിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാം. കാരണം ഇവിടെ എന്തുകൊണ്ടായിരിക്കും കൺവീനിയൻസ് സൈറ്റിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്? ആ ഫാക്ടറി ആ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ദെൻ അഞ്ചാമത് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് ആണ്. ബോറോയിങ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദി അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് അസറ്റ് ടിൽ ദ അസറ്റ് ഈസ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ. അതായത് നമ്മളിപ്പം ഒരു അസറ്റ് വാങ്ങുന്നത് കടത്തിലാണെങ്കിൽ, ഓക്കെ, കടം ആണെങ്കിൽ നമ്മൾ ഫണ്ട് എവിടെന്നെങ്കിലും ബോറോ ചെയ്തിട്ടായിരിക്കാം ആ അസറ്റ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കത് കടം വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ ഉണ്ടാവാം. ഇൻട്രസ്റ്റ്, ആ കടം ആ ലോൺ അടക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ആ ഫണ്ട് ബോറോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണോ നമ്മൾ ആ ഫണ്ട് ബോറോ ചെയ്തത് അവിടെ കൊടുക്കേണ്ട കുറച്ച് കോസ്റ്റും കാര്യങ്ങളും, ഇതൊക്കെ ബോറോയിങ് കോസ്റ്റായിട്ട് നമുക്ക് എടുക്കാം. ആ ബോറോയിങ് കോസ്റ്റിനെയും നമുക്ക് എന്തായി കണക്കാക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കണക്കാക്കാം. കോസ്റ്റിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മിഷനറി നമുക്ക് ബിസിനസ്സിന് വേണ്ടി വാങ്ങണമെങ്കിൽ ആ മിഷനറി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് ബോറോ ചെയ്യുന്നു. ബാങ്കിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുന്നത്. ഓക്കെ, ബോറോ ചെയ്ത് കഴിഞ്ഞാൽ കടമെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫണ്ട് അല്ലെങ്കിൽ ആ ലോണിൻ്റെ മുകളിൽ എന്തടക്കണം? ഇൻട്രസ്റ്റ് അടക്കണം, അല്ലേ? അപ്പം ആ മെഷീനറി വാങ്ങിയാൽ മാത്രം അത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ആ മെഷീനറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം
ആ ഒരു പീരീഡ് ഉണ്ട്, അതായത് വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ നമുക്ക് എന്തായാലും ആ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും, ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആ ഒരു പീരീഡിലേക്ക് അടക്കേണ്ടി വരും. സോ ഒരു മെഷീനറി അങ്ങനെ കടത്തിൽ വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യുന്നത് വരെയുള്ള ആ മെഷീനറി വാങ്ങിയ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുന്ന ആ ഒരു എമൗണ്ട്, അത്രയും പീരീഡിലേക്കുള്ള ആ ഇൻട്രസ്റ്റ് ആ അസറ്റിൻ്റെ മെഷീനറീൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിനെ മൊത്തത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം. അതാണ് പറയുന്നത്. ദെൻ ആഫ്റ്റർ യൂസ്, ആ മെഷീനറി യൂസ് ചെയ്തതിന് ശേഷം ഉള്ള ലോണിന് മുകളിൽ അടക്കുന്ന ഇൻട്രസ്റ്റ് ഒരിക്കലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവില്ല. ആ മെഷീനറി യൂസ് ചെയ്യുന്നത് വരെ അടച്ച ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുക.